അപ്പം ഇതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇത് ഞാൻ വരച്ചത് തന്നെയാണ്, വേറെ സാധനം നിർത്തിയില്ല, പെയിന്റിനെ കൊണ്ട് തന്നെ ചെയ്താണ്. നല്ല അടിപൊളി സാധനം. അതെന്താ പക്ഷിയല്ലേ അത്? ആ പക്ഷിന്റെ പേരെന്താ? വേഴാമ്പലം. പിന്നെ ഇത് വേറെ ഒന്നുമില്ല, പെയിന്റിങ് മാത്രം? ഇത് വെറും അക്രിലിക് പെയിന്റിംഗ് ആണ്. നാട്ടിലെ കുപ്പി മൊത്തം കാണാനില്ല കേട്ടോ. നീ ഇങ്ങനെ പൊറുക്കിക്കൊണ്ടെന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യാ? കള്ളുകൂടി നമ്മൾ കൂടുക ചെയ്യാ. അതുകൊണ്ടാവും. അച്ഛൻ കള്ളുപിടിക്കലട്ടാ. അപ്പൊ പിന്നെ ഇവിടെ ഇത്രയും കള്ളുപ്പി കിട്ടിയ ഇത് മറ്റുള്ളവര് ചോദിക്കുന്ന ചോദ്യം ഞാൻ ചോദിക്കുന്നത് കേട്ടാ. എന്തോ ഗാന്ധിനെ എന്തോ വരച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, കാണിച്ചേ. അടിപൊളി. നീ കോൺഗ്രസ് വരുത്തിയാ? രാഷ്ട്രീയമൊന്നുമില്ല അല്ലേ? ഗാന്ധി നമുക്ക് എല്ലാവരും രാഷ്ട്രീയത്തിലുള്ള രാഷ്ട്രപിതാവാണ് അല്ലേ? അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മളെ സ്വന്തമാണ്, അത് വേറെ അങ്ങനെയൊന്നുമില്ല. പിന്നെ ശരിക്കും അത് കാണിച്ചേ ചേച്ചിട്ട്. അടിപൊളി. ഗാന്ധി അതുപോലെ തന്നെ ഉണ്ട് കാണാൻ, ഏകദേശം അല്ല അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. ഇത് എന്തൊക്കെയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്? ഇതും അങ്ങനെ തന്നെ, വെറും പെയിന്റ് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം നെക്സ്റ്റ് എടുക്കും, അടുത്തെടുക്കും. അതും പെയിന്റ് തന്നെയാ? ഇത് പെയിന്റ് ആണ്, പക്ഷേ ഇത് മഷിത്തണ്ടിന്റെ ഇല വെച്ചിട്ട് ചെയ്തതാണ്. മഷിത്തണ്ടിന്റെ ഇല നമ്മളെ ഇവിടെ അതങ്ങനെ പറയും, പക്ഷെ പുറമെ എന്താ പറയാന്ന് എനിക്കറിയില്ല. വെള്ളത്തുള്ളി. വെള്ളം. അതെ അതെ. ഇവിടെ അതിന്റെ ഇല ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് പറയുന്നു. അതിന് കളർ കൊടുത്താ? അതിനെന്നിട്ട് ലാസ്റ്റ് അത് എടുത്തതിന് ശേഷം അവിടെ കളർ കൊടുത്തത്. കളർ കൊടുത്തു അല്ലേ? അത് നന്നായിട്ടുണ്ട്. വേറെ എന്താ ഉള്ളത്? കഴിഞ്ഞോ? അത് കണ്ടിട്ടില്ലേ? അതെന്താ അത്? ഇത് കാർഡ്ബോർഡ് വെച്ചിട്ട് എഴുതിയാണ്. ഓരോ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഫ്ലവറിന്റെയും ലീഫിന്റെയും ആക്കിയിട്ട് അങ്ങനെ ചെയ്തത് അല്ലേ? ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് ചേച്ചിമാരുണ്ട്. ഒരുപാട് യൂട്യൂബിലും പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ധാരാളം ചേച്ചിമാരുണ്ട്, യൂട്യൂബർമാരുണ്ട്. ചേച്ചിമാരുണ്ട്, ആണുങ്ങളും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ പെൺകുട്ടികൾ ഒരുപാട് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊന്നും കൂടി കാണാലോ. ഇതിൽ എന്താ പറയുന്നില്ലല്ലോ? അടുത്തതാ അപ്പുറം അങ്ങുള്ളത്. അത് നല്ലോണം ഇഷ്ടമായി എനിക്ക്. അതെന്താ സംഭവം? അത് എന്തൊക്കെ? ഇത് മാൻഷൻ ഹൗസ്. അത് ആടുന്നതിലുണ്ടല്ലോ. അത് ഓരോന്ന് ഗ്ലൂ അളകിയിട്ടുണ്ട്. പക്ഷെ അത് അങ്ങനെ ഇങ്ങനെ അനങ്ങുന്നുണ്ട്, അത് നല്ല രസമാണ്. ഇത് മഞ്ചാടി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. മഞ്ചാടി വെച്ചിട്ടല്ലേ? പിന്നെ ഇവിടെയുള്ള ഗേറ്റ് മാതിരി കൊടുത്തെല്ലാം കാർഡ്ബോർഡ് വെച്ചിട്ടാണ്. കാർഡ്ബോർഡ് വെച്ച് ചെയ്തതാ? കാർഡ്ബോർഡിനോട് വരച്ചിട്ട് ചെയ്തതാ? കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ട് പെയിന്റ് ഉപയോഗിച്ചുള്ള പെയിന്റിംഗ് എന്താ ഉപയോഗിച്ചത്? അക്രിലിക് പെയിന്റ്. എത്ര സമയം പിടിച്ചു ഇത് ആക്കാൻ വേണ്ടിട്ട്? ഒരു ദിവസം എടുത്തിട്ടുണ്ട്. മറ്റുള്ളതെല്ലാം ബാക്കിയെല്ലാം അങ്ങനെ 1-2 ദിവസം. പക്ഷെ മുത്തപ്പൻ ഉണ്ടാക്കാൻ എത്ര സമയം പിടിച്ചു? മുത്തപ്പന 1 മാസം പോലെ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ മുത്തപ്പന്റെ ചിത്രം വരച്ചതോ? അത് ഒരാഴ്ച എടുത്തു അല്ലേ? ഇനി ഇത്രയൊന്നും വേറെ ഒന്നുമില്ല? വേറെ കുറച്ചുണ്ട്. കാണാനാണല്ലോ. ഇത് എത്ര സമയം പിടിച്ചു? ഇത് 1-2 ദിവസം എടുത്തു അല്ലേ? എത്ര വയസ്സിലാണ് വരച്ചത്? ഇത് ഞാൻ 2 കൊല്ലം മുമ്പ് വരച്ചതാണ്. 2 കൊല്ലം മുമ്പ് വരച്ചതല്ലേ? വിഷുക്ക് വരച്ചത്. നന്നായിട്ടുണ്ട്. അടുത്തെടുക്കും. അതെന്താന്ന്? വിഷ്ണുമൂർത്തിയാ? എന്താ കളർ പെയിന്റ് ഉപയോഗിച്ചിട്ടുള്ളത്? ഇത് അക്രിലിക് പെയിന്റ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ? ഈ മണലിൽ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്, അത് നീ ചെയ്തിട്ടുണ്ടോ ഇതിനു മുമ്പിട്ട്? അങ്ങനെ ലിറ്ററില് മണല് ഞാൻ പറഞ്ഞില്ല, മണല് അത് ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വാട്ടർ പെയിന്റ് ചെയ്തിട്ടുണ്ടോ? കൂടുതൽ ചെയ്യല്ലേ? സുഖം വരക്കാൻ ഏതാണെന്ന് നല്ലത്? അതാ ഇഷ്ടം. അപ്പൊ അവള് വരച്ചതാണ് വിഷ്ണുമൂർത്തിയാണ്. കണ്ട നല്ല ഭംഗിയുണ്ട്. എന്നാൽ കളർ എന്നറിയാം. ഓക്കെ, നല്ല അടിപൊളി കളറിൽ അവൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓരോ സംഭവങ്ങളെല്ലാം നന്നാക്കി ചെയ്തിട്ടുണ്ടാവും. വാ, അടിപൊളി കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത് നോക്കൂ. ശ്രീബുദ്ധൻ അല്ലേ? ശ്രീബുദ്ധനും അതുപോലെ നന്നായിട്ട് വരച്ചിട്ടുണ്ട്.
അത് എന്തിന്റെ കിട്ടിയിട്ടുള്ളത് കൺസ്യം അല്ല അത് കുഴപ്പമില്ല. ഇത് എന്തിനു കിട്ടിയത് നമ്മള്? ഇത് 10th റിസൾട്ട് സ്കൂളിന്റെ വക കിട്ടിയ എത്ര മാർക്ക് ഉണ്ടായിരുന്നു? 92% ഉണ്ടായിരുന്നു. ഓ നന്നായി, നല്ലോണം പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ നല്ലോണം പഠിക്കണം. ഏത് സ്കൂളിലാണ് കിട്ടിയിട്ടുള്ളത്? ഇത് നിത്യാനന്ദ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. അത് എവിടെ വരിക? അത് ചെറുക്കൽ തന്നെ അല്ലേ? നന്നായിട്ടുണ്ട്. വേറെ കുറെ ഷീറ്റൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഇത് ശിവനെ വരച്ചതാണ് ക്യാൻവാസിൽ അല്ലേ? നല്ല അടിപൊളിയായിരുന്നല്ലോ ശിവൻ. നല്ല നല്ല ഇതിൽ വരച്ചിട്ടുണ്ട്. ഷാഡോ പെയിന്റിംഗ് എന്ന രീതിക്ക് ചെയ്തതാണ്. ഷാഡോ പെയിന്റ്. ഇതിന്റെ വേറൊരു ഓർഡറും കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിലത്തെ ഒരു കുട്ടിയാണ് വാങ്ങിച്ചത്. ഓ അതെയാ? പിന്നെ ഇത് വരച്ചു കൊടുക്കാറുണ്ടോ പുറത്ത്? അതെ. എത്ര അങ്ങനെ എമൗണ്ട് ഒന്നും പറയാൻ കഴിയില്ല അല്ലേ? അനുസരിച്ചേക്കും ഉണ്ടാവും അല്ലേ? നന്നായി നന്നായി. ഓ ഡ്രസ്സ് ചെയ്യലുണ്ടോ? ഏതില് ഷർട്ടിലാണോ അല്ലെങ്കിൽ മൈപ്പിയിലും വരച്ചു കൊടുക്കലുണ്ടോ? ആ അതെ. പിന്നെ ദേവീൻ്റെ അങ്ങനത്തെ എല്ലാം വരക്കലുണ്ട് അല്ലേ? പിന്നെ സാരിയിൽ വരക്കലുണ്ടോ? ഏത് മെറ്റീരിയൽസ് അത്? കോട്ടൺ ആണോ സിൽക്ക് ആണോ? അല്ലെങ്കിൽ കോട്ടണിൽ സിൽക്കിൽ നിൽക്കൂലല്ലോ. ഓ ഇത് എത്ര വയസ്സിൽ വരച്ചതാ? ഓ ചെറിയ കുട്ടിയൊക്കെ വരച്ചതാ. ഇനി അടുത്ത പണിക്ക് പോയിട്ട് അപ്പം അത് പിന്നെ അല്ലേ ഇത് പെൻസിൽ പെയിന്റിങ് അല്ലേ? പെൻസിൽ ഡ്രോയിങ് അല്ലേ? ആ മറ്റേ വരക്കും ഇതിലെ പെൻസിൽ ഡ്രോയിങ്ങാ? രാധാകൃഷ്ണൻ അല്ലേ? അടുത്തെടുക്കൂ. ഇതാരാ? ഉമ്മക്കുളുസു. ഓ അതെയാ? നന്നായിട്ടുണ്ട്. സരസ്വതി അല്ലേ? ഇതെല്ലാം ആ സമയത്ത് വരച്ചത് തന്നെയാ? നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട്. കൃഷ്ണൻ അല്ലേ? കഴിഞ്ഞോ? ഇപ്പം പിന്നെ ഇവള് നല്ലൊരു കലാകാരിയെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ അതാ പറഞ്ഞത്. അത് ജന്മജന്മാന്തരങ്ങൾ സുഹൃത്തും ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് അങ്ങനെയുള്ള ഒരു കലയൊക്കെ നമുക്ക് വരക്കുക എന്നുള്ളത് ചില്ലറ കാര്യമല്ല. അപ്പോൾ അവളെ പരിമിതിയിലിരുന്നു കൊണ്ട് അവൾക്ക് പറ്റുന്ന കാര്യങ്ങൾ അവൾ ചെയ്യുന്നു. അവൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരച്ചിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാറുണ്ട്. അത് അവളെ പെൻസിലും കാര്യങ്ങളും ഡ്രോയിങ്ങിൻ്റെ മറ്റുള്ള പെയിൻറ്റിങ്ങും എല്ലാം വാങ്ങാനും പിടിക്കാനും അത് യൂസ് ചെയ്യുന്നു. അച്ഛനമ്മമാരാണ് ഇത്രയും കാലം അവൾക്ക് സഹായിച്ചു കൊടുത്തത്. ഇനിയിപ്പോൾ അവൾ സ്വന്തമായിട്ട് തന്നെ അത് ചെയ്തുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന കൂട്ടർക്ക് ഓൺലൈനിൽ വഴി അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും വഴി അങ്ങോട്ട് അവർ കൊറിയൽ വഴി അങ്ങോട്ട് അയച്ചു തരാൻ പറ്റും. അവർക്ക് വരച്ചത് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വരക്കണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റേ സാരിയിലും അല്ലെങ്കിൽ ഷർട്ടിലൊക്കെ മൈപ്പിലി പോലെല്ലാം വരച്ച് കാണില്ലേ? ഇപ്പം സുരേഷ് ഗോപിയിലൊക്കെ ഷർട്ടിൽ വരച്ച് കാണുന്നില്ലേ? അതൊക്കെ അതുപോലെയെല്ലാം ഇവിടെ വരച്ച് കൊടുക്കാറുണ്ട്. ബാക്കിയുള്ള കാര്യം നമുക്ക് അമ്മേൻ്റെ ഒരു വിശേഷവും കൂടി നമുക്കറിയാം. അപ്പം അതിന് മുമ്പിട്ട് നമുക്ക് ഒരിക്കും കൂടി ഇവിടെ പറയാം അല്ലേ?
അപ്പോൾ ഇനിയും നല്ല നല്ല ഇത് വരച്ച് എന്താക്കുക, നല്ല ഇതിലെ വരിക, ഒന്നും കളയരുത് കേട്ടണ. ഇങ്ങനെയുള്ള കഴിവുകൾ നിർത്തരുത്. നല്ല ഉയരത്തിലേക്ക് പഠിക്കുക. പക്ഷെ അതിനോടൊപ്പം പഠിപ്പും കൊണ്ടുപോകണം കേട്ടണ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. നമസ്കാരം. നമസ്തേ. നമസ്തേ. എന്താ പേര്? ശ്രീമ. ശ്രീമ അല്ലേ? എന്ത് ചെയ്യുന്നു? ഞാൻ ഹൗസ് വൈഫാണ്. ചെറിയ രീതിയിൽ കേക്ക് ഒക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്യാറുണ്ട് അല്ലേ? പിന്നെ ഇവിടെ സജ്മാന്റെ അമ്മയാന്നല്ലേ? അവൾക്ക് എത്ര വയസ്സുണ്ട്? വരയും കാര്യങ്ങളൊക്കെ ചെറിയ പ്രായത്തിലേ വരക്കാൻ തുടങ്ങിയേ. അന്നൊന്നും പിന്നെ നമ്മളങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ വലുതായാലാണ് ഇവള് ലോക്ക്ഡൌൺ ഒക്കെ വന്നപ്പോഴാണ് ഇതിനായിട്ട് തന്നെ സ്പെൻഡ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഇവൾക്ക് വേറെ എന്തൊക്കെ കഴിവുകളുണ്ട്? വരയിൽ തന്നെയാണ് കൂടുതലുള്ള പെയിന്റ് ചെയ്യും. എത്ര വയസ്സിലാണ് ഇവള് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? 1ാം ക്ലാസ് ഒക്കെ ആവുമ്പോ ചെറുതായിട്ട് വരച്ചു തുടങ്ങി. കുടുംബത്തിൽ ആരും കൊണ്ട് അങ്ങനെ വരക്കുന്നത്? മാമൻ ചെറുതായിട്ട് വരക്കലുണ്ടായിരുന്നു അല്ലേ? പിന്നെ അതുപോലെ തന്നെ ഭർത്താവ് എന്ത് ചെയ്യുന്നു? മെക്കാനിക്കാന്നല്ലേ? ദുബായിലായിരുന്നു. പിന്നീട് നാട്ടിൽ വന്ന് മെക്കാനിക്കാന്നല്ലേ? പിന്നെ അതുപോലെ തന്നെ ഒരു സ്കൂളാണ്. പിന്നെ എത്ര? 2 മക്കളാവുന്നല്ലേ? മൂത്തോളെ പേര് സജിമ. അതെ. രണ്ടാമത്തത് സുജിമ. അവളൊന്നും ചെയ്യുന്നുണ്ടോ? ചെറുതായിട്ടൊക്കെ അവള് വരച്ച് തുടങ്ങുന്നുണ്ട് അല്ലേ? അവള് നല്ലൊരു കലാകാരിയാവട്ടെ. അതെ, സ്വയം ചെയ്യാലും ചെയ്യും അല്ലേ? അങ്ങനെ രണ്ടാളും നല്ലോണം പഠിക്കുന്നുണ്ടോ? അതെ. പിന്നെ നിങ്ങളെന്തോ അടിപൊളി കേക്കെല്ലാം ഉണ്ടാക്കിയിട്ട് കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ നേരത്തെ ഒരു കേക്ക് ചെറിയൊരു പീസ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് കേക്ക് അത്? മിൽക്കി നട്ട്. ഈ കേക്കിന്റെ മുകളിൽ ചിത്രമൊക്കെ ഇത് ചെയ്യുന്ന പ്രിന്റിങ് അങ്ങനത്തെ പരിപാടി ഉണ്ടോ? അതെല്ലാം ചെയ്യുന്നുണ്ട്. അത് പുറത്ത് അതെല്ലാം ചെയ്തു കൊടുക്കും അല്ലേ? അപ്പോൾ ഏതെല്ലാം വെറൈറ്റി കേക്കുകൾ ഇപ്പം പുതിയ മോഡൽ ഏതാ വന്നിട്ടുള്ളത്? ഇപ്പം വന്നിട്ടുള്ളത് അല്ലേ? അത് എത്ര എമൗണ്ട് എത്ര വരും ഏകദേശം? ഓരോ ഫ്ലേവറിന് ഓരോ റേറ്റ് ആണ്. വാങ്ങുന്ന കേക്ക് മെറ്റീരിയൽസിന് എങ്ങനെ എമൗണ്ട് വരുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മൾ അതിന്റെ ഇത് വരിക അല്ലേ? കേക്ക് ഐറ്റംസിനൊക്കെ ഇപ്പൊ നല്ല റേറ്റ് വരുന്നുണ്ട്. അങ്ങനല്ല, കേക്കിന് വേറെ എന്തൊക്കെ വെറൈറ്റി എന്തെല്ലാം മെറ്റീരിയൽസ് എന്തെല്ലാം ചേർക്കല്? എല്ലാ ഫ്ലേവർ കേക്കും ചെയ്യാറുണ്ട്. അത് കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്നതിനനുസരിച്ചായിരിക്കും അതിന്റെ ഉള്ളിലുള്ള ഫില്ലിങ്സും എമൗണ്ടും അതിനനുസരിച്ച് അതിൽ ചേർക്കുന്ന നട്ട്സ് ഒക്കെ വരുമ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റ് വരും അല്ലേ? ലോക്കൽ ഐറ്റംസും കളേഴ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ചീപ്പ് റേറ്റിന് കൊടുക്കാൻ പറ്റും. പക്ഷേ ഉപയോഗിക്കുന്നതൊക്കെ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ്. എല്ലാം. അപ്പൊ നിങ്ങൾ പുറത്തെല്ലാം ഉണ്ടാക്കി കൊടുക്കല്ലേ? അപ്പൊ പിന്നെ നിങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താ ചെയ്യാം ഒന്ന് പറഞ്ഞു കൊടുത്തേ. എത്ര വലിപ്പമുള്ള കേക്ക് വരെ ഉണ്ടാക്കിയിട്ട് എത്ര കിലോ വരെ? അത് കസ്റ്റമേഴ്സ് എത്ര പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അല്ലേ? ഇപ്പൊ അമലയിലൊക്കെ 30 അങ്ങനെ വലിയ കേക്ക് കഴിക്കൂല്ലേ? അങ്ങനെ ചെയ്തിട്ടാണ്. അപ്പം പിന്നെ നിങ്ങളായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഭർത്താവിന് നമ്പർ കിട്ടുവാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ഇതാണ് ഭർത്താവിൻ്റെ നമ്പർ അല്ലേ? അപ്പോൾ ഇതിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് ഏതെങ്കിലും ഫാമിലി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് എത്തിച്ചു തരും അല്ലേ? ഇതിന് പേരുണ്ടോ നിങ്ങളെ ഇതിന്റെ? അങ്ങനെയാണ് പേര് അല്ലേ? അതെന്ന് വെച്ചാൽ ഓൺലൈനിൽ വഴി വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര സമയം കൊണ്ട് കിട്ടും? രാവിലെ ഓർഡർ ചെയ്താൽ വൈകുന്നേരം കൊടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ മാക്സിമം പറയാ 2 ദിവസം മുന്നേ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രുചിയുള്ള കേക്ക് അതാണ് ഏറ്റവും നല്ലത് അല്ലേ? പിന്നെ കേക്ക് അതിൽ വേറെ എന്തൊക്കെ കേക്ക് അല്ല വേറെ എന്ത് ചേർക്കുന്നുണ്ടോ? ഇല്ല, കേക്കിൽ ഇങ്ങനെ അങ്ങനല്ല, ക്രീം തന്നെ നിങ്ങൾ ഫ്രഷ് ക്രീം ചെയ്യും, ബട്ടർ ക്രീം ചെയ്യും, ചോക്ലേറ്റ് ക്രീം മാത്രം വെച്ച് അല്ല ചെയ്യുന്നുണ്ട്. ഐസ്ക്രീം ചെയ്യുന്നുണ്ടോ? ഇല്ല, അങ്ങനെ അത് നമ്മൾ കുട്ടികളുടെ ആവശ്യത്തിനൊക്കെ വീട്ടിൽ ചെയ്യുന്നതല്ല. അങ്ങനല്ല, ഐസ്ക്രീം കേക്ക് ഉണ്ട്, അത് ചെയ്യാറുണ്ട്. ബ്രൗണീസ്, പിന്നെ അതെ ബ്രൗണീസ്, പിന്നെ പിസ്ത, പിന്നെ സ്ട്രോബെറി അല്ലേ? ബ്രൗണീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ്, ഇതിൽ ഏറ്റവും കൂടുതൽ പിന്നെ നിങ്ങളുടെ കേക്കിന് ചില കേക്കിന് പൈസ അധികം എന്തുകൊണ്ടാകും അങ്ങനെ? അതിൽ എന്താ സാധനങ്ങൾ മറ്റുള്ള ബദാം പോലുള്ള സാധനം അങ്ങനത്തെ ഒന്നും ചേർക്കണം? ഓരോ ഫ്ലേവർ ചില ആൾക്കാർ നട്ട്സ് നന്നായിട്ട് വേണമെന്ന് പറയുമ്പോൾ നട്ട്സ് നന്നായിട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള എമൗണ്ട് നമുക്ക് വാങ്ങേണ്ടി വരും. അതെ, സാധനത്തിന് പൈസ അധികം. എന്തായാലും ഞാൻ നിങ്ങളെ കേക്ക് കഴിച്ചു, നല്ല ഇഷ്ടമായി. അത് ഞാൻ കഴിച്ച മിൽക്ക് കേക്ക് അല്ലേ? മിൽക്കി നട്ട് അല്ലേ? നല്ല അടിപൊളി കേക്കാണ്. ഞാൻ എന്നാൽ ശരി, നമുക്ക് കാണാം കേട്ടോ. നന്നായി വരട്ടെ. നിങ്ങളെ നമ്പർ ഇതിൽ പറഞ്ഞല്ലോ.
അപ്പോൾ നമുക്ക് ഇവരെ പിന്നെ രണ്ടാമത്തെ മോളെ അച്ഛനെ ഒന്ന് കാണാം. വരൂ.